ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. പക്ഷേ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാരണം കടയിലൊക്കെ ആയിക്കോട്ടെ ഭയങ്കര റഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ ഓവർ എടുക്കാൻ വേണ്ടി കഴിയില്ല, കാരണം ആ ഒരു തിരക്കിലാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഓവറായിക്കാണ് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു കവർ ഫുള്ള് ഉണ്ട് കേട്ടോ. ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഞാനൊരു വ്യത്യസ്തമായിക്കാണ് പ്രിൻ്റൊക്കെ അയക്കാനുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ നോർമലാണ് വാങ്ങിക്കാറുള്ളത്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല, കാരണം എന്താ വെച്ചാൽ മഴക്കാലം അങ്ങനെ അല്ലായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ പ്രാവശ്യം മഴക്കാലം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കുട ആവശ്യം ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നല്ല കുടകളൊന്നുമില്ല, അതുകൊണ്ട് ഒരു കുട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പ്രൈസ് ടാഗൊക്കെ ഇവിടെ തന്നെ ആവും, കാരണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിക്കാണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രിൻ്റൊക്കെ ആയിക്കാണ്ടുള്ളതാണ്. തുറന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി പ്രിൻ്റൊക്കെ ആയിക്കുള്ള കുടയാണ്. നിവർത്തുന്നില്ല, നിവർത്തി കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ കാണില്ല കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി പ്രിൻ്റൊക്കെ ആയിക്കുള്ള കുടയാണ് കേട്ടോ. സാധാരണ കുട വാങ്ങാറില്ല, പക്ഷെ ഇപ്രാവശ്യം കുട ഇവിടെ വീട്ടിലില്ല നല്ലതൊന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു കുട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പ്രൈസ് എത്ര വെച്ചാൽ 250 രൂപ കേട്ടോ, 250 റുപ്പീസ്. കുട എനിക്ക് വാങ്ങാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ വാങ്ങാറില്ല. പിന്നെ ഇത് പറയുന്നത് ഒരു കവർ നിറച്ചുണ്ട് കേട്ടോ, ഒരു കവർ നിറച്ചുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അലക്കത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ പശ വാങ്ങിച്ചിട്ടുണ്ട്. പശ കുറച്ച് വലിയ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ റേറ്റ് പറയേണ്ട ആവശ്യമില്ല, 50 രൂപ, 50 റുപ്പീസാണ്. അപ്പോൾ ഞാൻ വാങ്ങിയല്ല, അമ്മ വാങ്ങിയാണ്. കാരണം പശക്ക് ഇങ്ങനെ തെണ്ടണ കാണാം. കടയിലൊക്കെ പോയി 10 രൂപന് പശക്ക് വാങ്ങിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ വാങ്ങണം. ഒരു വലിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇതാണല്ലോ. അതുകൊണ്ട് നോർമൽ ഫെവിക്കോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പഴയതായി, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല, എൻ്റെ പിറ്റേ പ്രാവശ്യം വാങ്ങിച്ചത് അതിൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ നോർമൽ ഒന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് പൈസ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി ഞാൻ സാധാരണ സ്റ്റീൽ ഉപയോഗിക്കാറില്ല. ഏറ്റവും ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റീൽ അതുവരെ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പ്രാവശ്യങ്ങൾ എടുത്തു എന്തെങ്കിലും ഓർക്കാനാണ് നല്ല കുട്ടി ഉണ്ടായിട്ടില്ല എന്നോട്. അതുകൊണ്ട് പ്രൈസ് ഇതിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടാണ്. നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറാണ്, കളറൊന്നും ഞാൻ നോക്കിയെടുക്കാറില്ല. പ്രൈസ് പറഞ്ഞത് 555 കിട്ടിയിട്ടുണ്ട്. നല്ലത്. എനിക്ക് ഇങ്ങനെ തുറക്കാനാണ് ഇഷ്ടം, കാരണം ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇതിനും കൂടെ ഒരു സ്മോൾ 3 സ്പേസ് ഉണ്ട്. എത്ര ചോറ് ഞാൻ കഴിക്കാറില്ലെങ്കിൽ അത്രയും സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കുഞ്ഞു പാത്രമാണ്, എനിക്കപ്പോൾ പറയാൻ പറ്റില്ല. എന്നിപ്പോൾ വേറെ പാത്രം ചെയ്തു പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നോർമൽ ഒരു ലഞ്ച് ബോക്സ് ആണ്. സിമ്പിളായിക്കാണ്ട് കണ്ടോ, അത്ര ഇതേ ഉള്ളൂ, പറ്റിയേ ഉള്ളൂ. കാരണം അങ്ങനത്തെ എടുക്കുന്നത് ഒരു വൃത്തിയൊരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അവിടെ നല്ല കപ്പില്ലാന്നല്ല, ഫുൾ മറ്റേ ഗ്ലാസ് ആണുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണാൽ എന്തായാലും പൊട്ടും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീട്ടിൽ കുറേ ഗ്ലാസ് പൊട്ടുന്നു എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള. ഇത് ഗ്ലാസ് അല്ല, വേറെ എന്തൊരു ശരിയാണ് യൂണിക്കോണിൻ്റെ പറ്റും കാണില്ല. അങ്ങനത്തൊരു നോർമൽ കപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കവറ് വലിയ കവറിൽ ഇറങ്ങാം. ഇത് ലാസ്റ്റ് കാണിക്കാം അല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ക്യാമലിൻ്റെ എന്നതിന് പേരെന്തായിരുന്നു, നമ്മുടെ ജോമെട്രി ബോക്സ്. അപ്പോൾ ഞാൻ ക്യാമലിൻ്റെ എല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വയലറ്റിൻ്റെ പേര് ഓർമ്മയില്ല, അതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറ്റേ ഇതൊക്കെ പെട്ടെന്ന് കേടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങി. അങ്ങനെയുള്ള പക്ഷെ ഞാനിന്ന് വാങ്ങിയിട്ടു. ഇത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ 5ാം ക്ലാസ്സിൽ വാങ്ങിയായിരുന്നു. ഇപ്പോൾ ഞാൻ 8th കണ്ടു. 5ാം ക്ലാസ്സിൽ വാങ്ങി 6th 7th ഞാൻ ഉപയോഗിച്ചു. ഇത് വാങ്ങിച്ചു അതിൻ്റെ ആവശ്യമുണ്ട്. സാധനം ഓർമ്മ പറയാനില്ല. ഇതൊരു ഫ്രീ ആയി കണ്ട് കിട്ടിയ കേട്ടോ. മറ്റേ നോർമൽ ഒരു ബോക്സാണ്, എന്തായിട്ട് കാണിക്കാനൊന്നുമില്ല. അതുണ്ട്. പിന്നെ ഹൈലൈറ്റർക്ക് മസ്റ്റാണ്, ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. എൻ്റെ കയ്യിലുണ്ടാവുന്ന സാധനം ഹൈലൈറ്റർ. കാരണം ഞാൻ എപ്പോഴും ഉപയോഗം ഉണ്ടാവലുണ്ട് ഹൈലൈറ്റർ. എനിക്ക് ഓരോന്നും സാധനത്തിൽ 2-3 ഹൈലൈറ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ് അങ്ങനെ ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാലും സ്കെയില് എടുത്തിട്ടുണ്ട്. അതും ക്യാമറയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഇതൊരു സി ഡി അല്ല, പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പ്രാവശ്യം നെയ്സിലിപ്പ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തത്. ഒന്ന് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ പെർമനൻറ്റ് മാർക്കർ സാധാരണ വാങ്ങാറില്ല. ഞാൻ സാധാരണ നെയ്സിലിപ്പാണ് വാങ്ങാറ്, മുക്ക് ഇട്ടിടാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്സിലിപ്പാണ് വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെയ്സിലിപ്പാണ് വാങ്ങിയത് ഓർമ്മയിൽ. അപ്പോൾ പക്ഷെ അത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നെയ്സിലിപ്പൊക്കെ പിന്നെ എടുത്ത് എന്തായി പോകും. ഒരു മാർക്കർ നമുക്ക് അങ്ങനെ നിന്നോളല്ലോ. അവിടെ ഇത് മറ്റേ നമുക്കിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പെൻസിൽ സെറ്റ് അപ്സര വിടുന്നുണ്ട്. നോർമൽ അപ്സരൻ്റെ പിന്നെ എന്താ വെച്ചാൽ ഒരു പെൻ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വലിയ നോക്കാതെയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ എഴുതിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പെന്നാണ്. ഇത് നോർമൽ പെന്നിനാണ് കണ്ടോ, ഈ മറ്റേ പെന്നില്ല അതാണ്. അപ്പോൾ ഇതിൽ 20 പെൻസ് ഉണ്ട്. അപ്പോൾ നല്ല ലാഭമായിരിക്കും തോന്നുന്നു. ഇതിന് 80 രൂപ കേട്ടോ ഈ ഒരു സെറ്റിലുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇതിന് 10 രൂപയാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇറേസറും ഷാർപ്പനറും കൂടി ഒപ്പം വരുന്നൊരു സംഭവമാണ്. വാങ്ങിച്ചാണ്, എന്നാലും ഇരിക്കട്ടെ. കളർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വാങ്ങിച്ചു. നമ്മുടെ ബ്രാൻഡ് അപ്സരൻ്റെ കേട്ടോ. ഇവിടെ ഇറേസറും വരും, ഇവിടെ കട്ടർ വരും. ഇങ്ങനെ കൂട്ടി വെക്കണമൊക്കെ വേണമെന്നുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിടേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ പൗച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഞാൻ ഇരിക്കണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. പിന്നെ ഇവിടെ ഒന്നും ഇരിക്കുന്നത് പഴയത്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെന്താ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെ നമ്മളെ ഈ 2 പൊതിഞ്ഞതുണ്ട്. ഇത് ഞാൻ ബുക്ക് പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആണിത്. നോട്ട് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നോട്ട് നമ്മൾ പൊതിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ പിന്നെ അവസാനത്തേക്ക് വലിയ പണിയാവും. അതുകൊണ്ട് ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ പൊതിഞ്ഞു. ഇത് നോട്ടിൻ്റെ അല്ല ടെക്സ്റ്റിൻ്റെ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു നോട്ട്സ് ഇതാണ്ട് പൊതിഞ്ഞു കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പേരൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ പെന്നോണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കലോ, നെയിം, പിന്നെ സബ്ജക്റ്റിൻ്റെ ഇത്, റോൾ നമ്പർ, അങ്ങനെയൊക്കെ. അങ്ങനെ എഴുതാൻ വിചാരിച്ചിട്ടുള്ള കുറേ നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10, 11, 12 വാങ്ങിച്ചിട്ടുണ്ടാവും. ഇത് ഓർമ്മയിൽ അത്രയും വാങ്ങിച്ചിട്ടുണ്ട് തോന്നണം. അത്രയും ബുക്കുണ്ട്. ഇത് ഫുള്ളും വരയാത്താണ്. ഈ ബുക്സ് ഫുള്ളും വരയാത്താണ്.
ഒരെണ്ണം മാത്രമേ കട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് എവിടെയെന്നാവും ഇതിലെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വരല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു 3 ഉണ്ടായിരുന്നു. അത് ഞാൻ മദ്രസിന് വേണ്ടിയിട്ട് വരല്ല ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് വരയാത്ത ഫുള്ളും വരയാത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഈ വരയുള്ള ആകെ 3 ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അതെടുത്തിരുന്നു. എന്താ വാങ്ങി പിന്നെ പ്രത്യേകിച്ച് വാങ്ങി. പിന്നെ വീട്ടിൽ മറ്റേ കുറ്റി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് സാധനങ്ങൾ മാത്രം. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്കൂൾ ഷോപ്പിംഗ് ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.